ഹായ് ഹലോ, പൂത്തുലഞ്ഞ് നിൽക്കുന്ന നല്ല തുമ്പപ്പൂവ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്, അതുപോലെ നല്ല മഴയുണ്ട്. അങ്ങനത്തെ മഴയും കഴിഞ്ഞ് ഞാൻ മോൾക്കുള്ള കുളിക്കാനുള്ള ചൂടുവെള്ളം എടുത്ത് മോളെ ചെന്നിട്ട് പിന്നെ ഇപ്പം അവസ്ഥ ഇങ്ങനെയാണ്. കാരണം നല്ല മഴ കാരണം തുണിയിടാൻ തീരെ സ്ഥലമില്ല. ഉണങ്ങി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും കണക്ക് തന്നെ. അപ്പം ഞാനത് ഉണ്ണീനെ നേരെ ചൂടുവെള്ളത്തിലെടുത്ത് കുളിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞ് മോളെ നേരെ സ്കൂളിൽ പറഞ്ഞു വിടണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പം ഞാനിത് ഇതൊരു ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോൾക്ക് നേരെ സ്പെഷ്യൽ യൂണിഫോമും ഇടിയിച്ച് പിന്നെ അതുപോലെ ഞാൻ തല നനയ്ക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വൈകുന്നേരം വന്നിട്ട് നനയ്ക്കുള്ളൂ, കാരണം നല്ല രീതിക്ക് വിയർത്തൊലിച്ചിട്ടാണ് വരിക. അപ്പോൾ പിന്നെ നമ്മൾ തല നനച്ചില്ലെങ്കിൽ ശരിയാവില്ല. രാവിലെ പോകുമ്പോൾ ഞാൻ തല നനയ്ക്കില്ല. പിന്നെ മോൾക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ ഇച്ചിരി കുറവുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് മോൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവൾക്ക് ചെറുതായിട്ട് മറ്റേ അഡിനോയിഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്, ഒരു 80% ആയിട്ടുണ്ട് അത്. അപ്പോൾ പിന്നെ ഞാനിതേ മോളിലെ 2 കൊമ്പൊക്കെ കെട്ടിക്കൊടുത്ത്, 2 കൊമ്പ് കെട്ടുമ്പോൾ മെടഞ്ഞ് കെട്ടാൻ തീരെ താല്പര്യമില്ല. പക്ഷേ ഞാനൊരു വിധത്തിൽ സമ്മതിക്കില്ല, കാരണം ഞാൻ വിട്ടു കൊടുക്കില്ല. ഞാൻ പറയും മുടി മെടഞ്ഞ് കെട്ടിയാൽ മതി. അപ്പോൾ ആൾക്കൊരു താല്പര്യക്കുറവുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ മുടി മെടഞ്ഞ് കെട്ടി റിബണൊക്കെ കെട്ടിവിടാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ മോഡലിൽ കെട്ടാനും ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ആൾക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാനത് സ്പെഷ്യൽ യൂണിഫോമൊക്കെ ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പുതിയ യൂണിഫോമാണ്, അപ്പോൾ ഇച്ചിരി ലൂസുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു എണ്ണിപ്പറക്കലൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ ബാൻഡ് വെക്കുന്നത് ഇഷ്ടമല്ല, കണ്ണെഴുതുന്നത് ഇഷ്ടമല്ല, കുറേ കാര്യങ്ങൾ അവൾക്ക് ഇഷ്ടമല്ല. എൻ്റെ നിർബന്ധത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ട് പോണത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതൊക്കെ കഴിഞ്ഞ് നേരെ ഇച്ചിരി പെർഫ്യൂം അടിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ താഴെ ചെന്നിട്ട് ഇച്ചിരി മുക്കുറ്റി അരച്ച് പിന്നെ നമ്മുടെ നല്ല ചന്ദനം അരച്ച് മൂക്ക് കുറിയിട്ട് കൊടുക്കണം. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നല്ലോ ചോച്ചേരിക്കുന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നമ്മുടെ നാഗദൈവത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ കുറച്ച് മഞ്ഞൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് തൊട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മളതൊക്കെ തൊട്ട് കൊടുത്ത് ഞാനായാലും കുളി കഴിയുമ്പോൾ തൊടും കേട്ടോ. പിന്നെ മോളുടെ ബാഗൊക്കെ ആക്കി മോള് നേരെ താഴത്തേക്ക് പോകണ്ട. പിന്നെ എന്നും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അമ്മയാണ് മോളെ എന്നും കൊണ്ടാക്കുന്നത്. എന്നും അമ്മയ്ക്ക് അത് കൊണ്ടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾ കുറിയും അതുപോലെ തന്നെ മുക്കുറ്റിക്കുറിയും നമ്മുടെ കർക്കിടം കഴിയണ വരെ മുക്കുറ്റിക്കുറി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി കുറിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ മഴയൊന്ന് തോർന്നു, ഒരു ചെറിയ വെയിൽ ഉദിച്ചു. അങ്ങനെ എൻ്റെ മോളും പോയി. ഇനി എനിക്ക് അടുക്കളയിൽ വന്ന് നേരെ ഇച്ചിരി ചായ കുടിക്കണം, കുളിക്കണം, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ പുറത്ത് റോസാപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ മോള് വെച്ച കാർട്ടൂൺ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള കുറച്ച് അപ്പത്തിൻ്റെ മാവ് അരച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതേ നേരെ അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ മാവൊക്കെ അരച്ച് വെച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പൊന്തില്ല. അങ്ങനെ അപ്പോഴേക്ക് സ്കൂളൊക്കെ വിട്ട് വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.